ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹൽവേൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ഹൽവ റെസിപ്പി ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിട്ട് കോൺഫ്ലവർ ഒരു കപ്പാണ്. ഒരു കപ്പ് കോൺഫ്ലവർ, ഒരു കപ്പ് വെള്ളവും, അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പം ഒരു കട്ടകളുണ്ടാവും. അപ്പോൾ നല്ലോണം ആദ്യം ബൗളിൽ ഇത്രയുള്ള ഒരു ബൗൾ എടുത്തിട്ട് ഫോർക്ക് കൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്ത് സ്മൂത്താക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല പാല് പോലെ ഉണ്ടാവും. ഇത് കറക്റ്റ് അളവാണ്. ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പൊടി കോൺഫ്ലവറാണ്. അപ്പം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വലിയൊരു കടായി പോലെ എടുക്കാം. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് ഒരു കൺസിസ്റ്റൻസി പോലെ ആക്കി എടുക്കാം. അപ്പോൾ ഇത് പറയുന്നത് ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാര ഞാൻ എടുത്തത് 1.5 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ബാക്കി ഒരു കപ്പ് വെള്ളം കൂടി എല്ലാം കൂടി മിക്സാക്കി കൊടുത്തിട്ട് ഇത് അലിയിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നല്ല തീയിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ പാനി നല്ല രീതിയിൽ ആയി കിട്ടണം. പിന്നെ ചില സമയത്ത് പൊടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാം നീക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ചില ആൾ പൊടിച്ചിട്ടും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നൈസായിട്ടുള്ള പഞ്ചസാര കിട്ടിയതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ആ ഒരു കല്ലുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഇത് ഇനി ബോയിലായി വരുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ഒരു 1-2 ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒരു പുളിപ്പിന് പിന്നെ 2 ടീസ്പൂണിൻ്റെ അത്ര ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ തിളക്കുന്ന തിള വരുമ്പോൾ ഇത് 2 സംഭവം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ മിക്സാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ സ്ലറി ആക്കി വെച്ചിട്ടുള്ള മിക്സ് അതിങ്ങനെ പതുക്കെ ഒഴിച്ച് കൊടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഹൽവ കറാച്ചി ഹൽവയെന്നത്. അപ്പം ഇത് ആക്കുമ്പം തന്നെ ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇളക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല. അപ്പം ചില സമയത്ത് 2 ആൾ നിൽക്കേണ്ടി വരും. പക്ഷേ ഇത് ചെറിയ ക്വാണ്ടിറ്റി, ജസ്റ്റ് 1 കപ്പിൻ്റെ അത്രയുള്ള അളവാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനും കൂടിയിട്ട് എൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ആളും കൂടിയിട്ടാണ് ഇത് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ആകുന്ന സമയം തന്നെ നമ്മൾ ഒരു ചെറിയൊരു ട്രേ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, അത് ഗീ നല്ലോണം പുരട്ടി കൊടുക്കുക എല്ലാ സൈഡും. അപ്പോഴത്തേക്ക് നമ്മൾ സംഭവം ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ കളർ മാറും. അപ്പോൾ ഇതൊരു ട്രാൻസ്പാരൻറ്റ് കളർ ആകുന്നവരെ നമ്മൾ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ടീസ്പൂൺ വിധമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഗീയും ഈ കോൺഫ്ലവർ സ്ലറി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. എന്നാലും ഇതായിട്ടില്ല. ഇത് കുറച്ച് ദിവസം കൂടി ഇത് സമയമെടുക്കുന്ന കാര്യമാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി ഇത് ഇളകി വരുന്ന സമയമാണ് ഇതിൻ്റെ പാകം. ഇത് പിസ്ത ഫ്ലേവറാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ പിസ്തൻ്റെ അത് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് ലിക്വിഡ്. അപ്പം അത് ഞാൻ പിസ്തൻ്റെ ഫ്ലേവറാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇളക്കിയിട്ട് പതുക്കെ ഇത് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ കളറ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഡാർക്ക് ഗ്രീൻ ആകണ്ട. ഇതിനൊരു അളവുണ്ട്. അപ്പം ഒരു ടേബിൾ സ്പൂണിന് നിങ്ങൾ ഓരോ ടേബിൾ സ്പൂൺ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി, ഈ ഒരു കളർ കിട്ടുന്നവരെ. എന്നിട്ട് നമ്മൾ ഇളക്കി ഇത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലൊരു സ്ലൈമി ആയിട്ടുള്ള ഇങ്ങനെ കേക്കിൻ്റെ ബാറ്റർ കാണുന്നെല്ലാം പോലെ ഉണ്ടല്ലോ, അത് അങ്ങനെ ഇതായിട്ട് വരും, ഇളകി വരും. അപ്പോൾ നമ്മൾ ഈ പാനിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വരണമെന്നാണ് ഈ പറയൽ. ഇങ്ങനെ ഇളകി വരേണ്ട ഒരു പാകമൊന്നും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. അന്നേരം നമ്മൾ ഹൽവ റെഡി ആയിന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നട്ട്സൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആദ്യം മുറിച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പാനും റെഡിയാക്കുക, നമ്മൾ നട്ട്സ് എന്താണ് ഇതിൽ ഇടുന്നത് അതും റെഡിയാക്കിയിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇത് നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുമ്പോൾ ഇതിൻ്റെ അളവ്. ഹലുവ ഒക്കെ ഇഷ്ടപ്പെടുന്നതാക്കി ഇതാക്കാം, ഇത് ഈസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പിസ്തൻ്റെതും ആൽമണ്ടിൻ്റെ സ്ലൈസസ് ഇതിൽ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും മേലെ ഭാഗമൊന്നും ഉണ്ടാവില്ല, അപ്പം നല്ലോണം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കാർഡമം പൊടിയാണ്.
അപ്പോൾ കാർഡമം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നട്ട്സ് എത്രത്തോളം ഇടുന്ന അത്രയും നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി നല്ലോണം നട്ട്സാണ് വേണ്ടത്. സ്ലൈസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടില്ല. പിസ്തയും ആൽമണ്ടാണ് എടുക്കുന്നത്. ഇത് രണ്ടുമാണ് ഇതിൽ ഇടുന്നത്. പൊതുവേ കറാച്ചി ഹൽവയിൽ കാണുന്ന ഒരു അളവാണിത്. അപ്പോൾ ഇത് നല്ലോണം മിക്സായി എല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഇത് പുഡിങ്ങിൻ്റെ ചെറിയ ഡിഷ് ഉണ്ട് എടുത്തത്. ഇതിൽ കറക്റ്റാണ് അളവ്. ഇത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോടെ ഇരുന്ന് ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാതിരിക്കാൻ. എന്നിട്ട് നല്ലോണം എല്ലാം കൂടിയിട്ട് മിക്സാക്കി ഇത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് സെറ്റാക്കി കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്താക്കി സെറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ഹൽവ. ചില ആൾ സെസിം സീഡ്സ് ഇടും, വെള്ളുണ്ടല്ലോ വെള്ള വൈറ്റ് കളർ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൽ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് കുറച്ചും കൂടി കടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം ആറിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം. ഈസി ആയിട്ടുള്ള ഹൽവയിൽ ഇപ്പം ഹൽവ ഇഷ്ടപ്പെടുന്ന ആൾ ഇത് ഉണ്ടാക്കും. കാരണം ഇളക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ടൈം എടുക്കുന്ന സംഭവം. ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. ഇത് കാണുന്നില്ല, നല്ല ഫുള്ള് നട്ട്സാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ട് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് അത്ര ഒരു ഈസി ആയിട്ട് ആക്കാൻ പറ്റും. എന്നിട്ട് കമൻസിൽ അറിയിക്കാം.